IVF കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖമായിരിക്കും. അവർ തികച്ചും സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ്. വളർച്ചയിലോ ബുദ്ധിയിലോ ദീർഘകാല ആരോഗ്യത്തിലോ വലിയ വ്യത്യാസങ്ങളില്ല എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. സാധാരണ ഗർഭധാരണത്തെ അപേക്ഷിച്ച് IVF വഴിയുള്ള ഗർഭധാരണത്തിന് സങ്കീർണതകളും അപകട സാധ്യതകളും കൂടുതലായിരിക്കും. സാധാരണ ഗർഭധാരണത്തിലെ അതേ സാധ്യത മാത്രമേ IVFലും ഉള്ളൂ. കൃത്യമായ മെഡിക്കൽ നിരീക്ഷണം ഉള്ളതിനാൽ ഈ ഗർഭകാലം സുരക്ഷിതമാണ്. IVF കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും. IVF ചികിത്സയ്ക്ക് പ്രതിരോധ ശേഷിയുമായി യാതൊരു സ്വാധീനവുമില്ല. പ്രതിരോധ ശേഷി നിർണ്ണയിക്കുന്നത് ജനിതക ഘടകങ്ങളും പോഷണവും അന്തരീക്ഷവുമാണ്. IVF വഴി ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിപരമായ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലുമില്ല. IVF കുഞ്ഞുങ്ങൾ മറ്റേതൊരു കുട്ടിയെയും പോലെ തന്നെ മിടുക്കരാണ്. അവർ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മറ്റു കുട്ടികളെ പോലെ തന്നെയാണെന്ന് എല്ലാ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. IVF കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ കഴിയില്ല. അവരുടെ ഭാവിയിലെ പ്രത്യുത്പാദന ശേഷിയെ IVF ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് വ്യക്തിപരമായ ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാകാം, IVF ചെയ്തതുകൊണ്ടല്ല. IVF പൂർണ്ണമായും ഒരു കൃത്രിമ ചികിത്സാ രീതിയാണ്. IVF എന്നത് ബീജവും അണ്ഡവും തമ്മിൽ ചേരാൻ സഹായിക്കുന്നത് മാത്രമാണ്. അതിനുശേഷമുള്ള വളർച്ചയും പ്രസവവും അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വാഭാവികമായി തന്നെയാണ് നടക്കുന്നത്. IVF ചെയ്താൽ ഇരട്ട കുട്ടികളോ 3 കുട്ടികളോ മാത്രമേ ഉണ്ടാകൂ. ഒന്നിലധികം ഭ്രൂണങ്ങൾ അഥവാ എംബ്രിയോസ് വെച്ചെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. ഇന്ന് മിക്ക ക്ലിനിക്കുകളും ഒരു എംബ്രിയോ മാത്രം വെക്കാൻ ശുപാർശ ചെയ്യുന്നതിനാൽ ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ 3 കുട്ടികളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.